അല്ലിക്കുട്ടൻ ജനലിങ്ക വന്ന് നിപ്പുണ്ട്. അല്ലിക്കുട്ടൻ പൂച്ചയെ കാണുവാണ്. ഇവിടെ നിന്നെന്നാ അവന് പൂച്ചേനെയും കാണാം, അശ്വതി ചേച്ചീനെയും കാണാം. ചേച്ചി ഫുഡൊക്കെ കൊടുക്കുന്ന അവൻ ഇതിലെയാ നോക്കി കാണുന്നത്. ഇപ്പത്തെ അവൻ കണ്ടോ മിടുക്കനായിട്ട് കുരയ്ക്കാതെയൊക്കെ നിൽക്കുന്ന കണ്ടോ. അവൻ ഈ പൂച്ചേനെ മാത്രമേ ഉള്ളൂ പേടിപ്പിക്കാത്തേ ഉള്ളൂ കേട്ടോ. ഇത് അശ്വതി ചേച്ചിയുടെ പൂച്ച ആയതുകൊണ്ട് ഇതിനെ മാത്രം അവൻ പേടിപ്പിക്കാതെ ഇരിക്കും. അങ്ങനെ പൂച്ചയെ കണ്ടുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കിനാണ് വെല്ലിച്ച വരുന്ന ഒച്ച കേട്ടത്. അപ്പോഴത്തേക്കിനും അവൻ വെല്ലിച്ചയുടെ അടുത്തോട്ട് പോയി. വെല്ലിച്ച രാവിലെ അല്ലിക്കുട്ടന്റെ കുഞ്ചീരെല്ലാം കഴിഞ്ഞിട്ട് വെല്ലിച്ച പെൻഷൻ വാങ്ങിക്കാൻ പോയായിരുന്നു. ഓണം പ്രമാണിച്ച് വെല്ലിച്ചയ്ക്ക് പെൻഷനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അത് മേടിക്കാൻ പോയിട്ട് വന്നതാണ്. അത് വന്നപ്പോ ഉള്ള അച്ഛനെ കുറച്ചു നേരം കൂടി കണ്ടപ്പോഴത്തേക്കിനുള്ള സന്തോഷമാണ് കേട്ടോ ഈ പ്രകടിപ്പിക്കുന്നത്. അച്ഛനും അവനെ കളിപ്പിക്കുക. അവൻ ഓടുന്നതനുസരിച്ച് അച്ഛനും ഏതാണ്ടൊക്കെ കാണിക്കുന്നുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ഞങ്ങളുടെ വീട് വട്ടന്മാരുടെ വീട് പോലെയാണെന്ന് പറഞ്ഞത്. പിന്നെ പാട്ടും ഡാൻസും കൂത്തും എല്ലാം ഉണ്ട് ഇവിടെ. ഇനി അച്ഛൻ പോയിട്ട് വന്ന കഥ പറച്ചില്ല അവിടെ നിന്ന്. വിളിച്ച പോയിട്ട് വന്ന എവിടെയെങ്കിലും പോയിട്ട് വന്നെന്നാ പിന്നെ കുറെ നേരം ഇങ്ങനെ പോയതിന്റെ കാര്യങ്ങളെല്ലാം പറയും കേട്ടോ. വിളിച്ച ബസ് കിട്ടിയതും എത്ര മണിക്കാ ബസ് കിട്ടിയത്, ഏത് ബസ്സിനാ പോയത്, തിരിച്ചു വന്ന കഥ, അങ്ങനെ കുറെ കഥകൾ ഇങ്ങനെ പറയും. അതെല്ലാം കേട്ടതേ അല്ലിക്കുട്ടനും ഞാനും ഇവിടെ നിപ്പുണ്ട്. അലിച്ചയ്ക്കാണെങ്കിൽ പോയിട്ട് വന്നാൽ പിന്നെ പറഞ്ഞാലും തീരെയേല. 1 മാസത്തെ പെൻഷനെ കിട്ടിയുള്ളൂ എന്നൊക്കെയാ വെല്ലിച്ച പറയുന്നത്. വെല്ലിച്ചയുടെ കഥ പറച്ചിലെല്ലാം കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്കിന് അച്ഛൻ വന്നപ്പോഴത്തേക്കിന് പാറു ചേച്ചി അല്ലിക്കുട്ടനെ ആയിട്ട് വെളിയിലോട്ട് ചെന്നതാ. അപ്പൊ പിന്നെ അവൻ അച്ഛക്ക് ഉമ്മ കൊടുക്കാൻ വേണ്ടി അച്ഛയുടെ കയ്യിലോട്ട് ചാടിയതാ. അച്ഛൻ അന്നേരം പോയി ഗേറ്റ് അടച്ചേച്ച് വരാമെന്നും പറഞ്ഞുകൊണ്ട് അച്ഛൻ അല്ലിക്കുട്ടനും കൂടെ പോയി ഗേറ്റ് അടയ്ക്കുക. ഗേറ്റും ഒക്കെ അടച്ചേച്ചതേ അച്ഛൻ അല്ലിക്കുട്ടനെ ആട്ടിയും കൊഞ്ചിച്ചും ഇളക്കിയും മറിച്ചും ഒക്കെയാ കൊണ്ടിരുന്നത്. അല്ലിക്കുട്ടനെ അച്ഛക്ക് ഇങ്ങനെ എടുക്കാൻ ഭയങ്കര ഇഷ്ടാവട്ടോ. പിന്നത്തെ അച്ഛ തിരിച്ചു വന്നപ്പോഴത്തേക്കിന് അവനെ മേടിക്കാനായിട്ട് തയ്യാറായിട്ട് പാറു ചേച്ചി അവിടെ നിപ്പുണ്ട്. പാറു ചേച്ചിയുടെ കയ്യിൽ നിന്നാണ് അച്ഛൻ അങ്ങോട്ട് വാങ്ങിച്ചത്. തിരിച്ച് പാറു ചേച്ചി ഇങ്ങോട്ട് മേടിക്കുവാണ്. ഇപ്പം കുഞ്ഞു പിള്ളേരെ നമ്മൾ കൈമാറി എടുക്കുന്നത് പോലെയാണ്. അങ്ങോട്ട് മേടിക്കുന്നു, ഇങ്ങോട്ട് മേടിക്കുന്നു. പിന്നെ ഉച്ചക്കത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലായിരുന്നോ അവൻ രാവിലെ ഒന്നും കഴിച്ചില്ലായിരുന്നെന്ന്. അതുപോലെ തന്നെ ഉച്ചയ്ക്ക് കൊടുത്തിട്ട് അവൻ കുറച്ചേ കഴിച്ചുള്ളായിരുന്നു. അപ്പോഴത്തേക്കിന് ഞങ്ങൾ പിന്നെ അവന് കുറച്ച് മരുന്ന്, ഡൈജഷന്റെ കുറച്ച് മരുന്ന് കൊടുക്കാന്ന് വിചാരിച്ച്. അപ്പൊ അത് കൊടുക്കാനായിട്ട് അച്ഛയും പാറക്കുട്ടിയും കൂടെ അവനെ പിടിച്ചോണ്ടിരിക്കുകയാണ്. അവനാണ് ഇഷ്ടമില്ല മരുന്ന് കഴിക്കാനായിട്ട്. അവന്റെ ഓടാൻ തുടങ്ങുവാണ്. അല്ലിക്കുട്ടനെ പിന്നെ അച്ഛതെ മരുന്ന് കുടിക്കാനായിട്ട് ബലമായിട്ട് പിടിച്ചെടുത്ത്. അപ്പോഴത്തേക്കിന് അല്ലിക്കുട്ടൻ അച്ഛയുടെ കയ്യിലിരുന്ന് പിടയ്ക്കുക. കരയിൽ പിടിച്ചിട്ട് മീനിനെ പോലെ അല്ലിക്കുട്ടൻ അച്ഛയുടെ കയ്യിലിരുന്ന് പിടയ്ക്കുമായിരുന്നു. പിന്നെ എന്തായാലും രണ്ടുപേരും കൂടെ അല്ലിക്കുട്ടന്റെ മരുന്നൊക്കെ കൊടുത്ത് അല്ലിക്കുട്ടൻ മിടുക്കനായിട്ട് മരുന്ന് കുടിച്ച് ഇത്രയും കാര്യമുള്ളായിരുന്നു. അതിനാണ് അവൻ ഈ പെടയെല്ലാം കിടന്ന് പിടച്ചത്. ഉണ്ടോ, മിടുക്കനായിട്ട് മരുന്നും കുടിച്ച് സുന്ദര ചെറുക്കനായി. മരുന്നെല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോ അല്ലിക്കുട്ടനെ അച്ഛയും ചേച്ചിയും കൂടെ കുറച്ചു നേരം ഇട്ട് കൊഞ്ചിക്കുവാണ്. അച്ഛൻ അവന്റെ വാലയിലൊക്കെ പിടിച്ചതുകൊണ്ടൊക്കെ കാണിക്കുന്നുണ്ട്. അല്ലിക്കുട്ടൻ അതൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. അല്ലിക്കുട്ടൻ അവിടെ മര്യാദക്ക് ഇരിക്കുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ വിശേഷം ഇവിടെ നിർത്തുവാണ്. നാളത്തെ പുത്തൻ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് പിന്നീട് വരാം കേട്ടോ.